മലയാളി പാരൻസ് ബി ലൈക്ക്, ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഇത് ശരിക്കും ഒരു പാരന്റിങ് ആണോ അതൊരു കൺട്രോളിങ് ആണോ? 100-80 മാർക്കോ? അപ്പുറത്തെ വീട്ടിലത്തെ ചെക്കനുണ്ടല്ലോ 95 മാർക്ക്, നിന്നെ പിന്നെ ഞാൻ എന്തിനു ട്യൂഷന് വിടണേ? നിന്റെ പ്രായത്തിലൊക്കെ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അതൊന്നും അറിയിക്കാണ്ട് വളർത്തണേന്റേത്. നിനക്ക് ഇഷ്ടപ്പെട്ട കോഴ്സോ? ഇത്രയും പഠിപ്പിക്കാൻ അറിയെങ്കിൽ ഏത് കോഴ്സ് എടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് ഇതൊരു സ്ട്രിക്റ്റ് പാരന്റിങ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് തെറ്റാണ്. ദീസ് ആർ വെരി നോർമലൈസ്ഡ് ക്ലാസിക് നാർസിസ്റ്റിക് പാറ്റേൺസ്. പോവല്ലേ, ഇനിയുണ്ട്. പ്രേമോ? അതൊന്നും ഇവിടെ പറ്റില്ല. ഞങ്ങൾ കണ്ടുപിടിക്കണ ആളെ നീ കെട്ടിയാൽ മതി. കുടുംബജീവിതം ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയുന്നതാണല്ലോ. നീ എന്തേലും ഒപ്പിച്ചിട്ടുണ്ടാവും. ഡിവോഴ്സ് എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ കേട്ടില്ല. നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ദാറ്റ് ഇമോഷണൽ പ്രഷർ. നിന്റെ ഏതെങ്കിലും ആഗ്രഹത്തിന് ഞങ്ങൾ എതിര് നിന്നിട്ടുണ്ടോ? എല്ലാം നിന്റെ ഇഷ്ടത്തിനല്ലേ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, നിനക്ക് ഇഷ്ടപ്പെട്ട ചെക്കനെ എത്ര പൈസ മുടക്കിയിട്ട കല്യാണം കഴിപ്പിച്ചേ. നിനക്കറിയാം ഞങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. നിന്നെ ഒരു കഷ്ടപ്പാട് അനുഭവിക്കാണ്ട് വളർത്തിയത്. അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ മാതാപിതാക്കളോട് കാണിക്കണ കൊതിയാവുക, കൊതി. നിനക്കതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. ആൻഡ് ഇമോഷണൽ മാനിപ്പുലേഷൻ. ഇവർ ശരിക്കും കുട്ടികളെ വളർത്തുന്നത് ഇവരുടെ ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് അനുസരിച്ച് കൊടുക്കുക, ഒബേ ചെയ്യുക. ഇതിലൂടെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ യൂസ്ഫുൾ ആണെങ്കിൽ എനിക്ക് വാല്യൂ ഉണ്ടാകും. ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം, എല്ലാ മലയാളി പാരൻസും ഇങ്ങനെയല്ല. പക്ഷേ പല നാർസിസ്റ്റിക് ബിഹേവിയേഴ്സും കൾച്ചറിൻ്റെ പേരിൽ നോർമലൈസ് ആയി തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണെങ്കിൽ പേ അവെയർ.